ഇന്ന് നമുക്ക് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു വെറുതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിച്ചപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് വേണ്ടിയത് ഒരു അരക്കപ്പ് മൈദ ആണ് കേട്ടോ. അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഈ ഒരു കൂട്ടിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കുക. നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു മല്ലിച്ചപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് കുറച്ച് ടൈറ്റില്ലാന്നുള്ളത്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, അധികം ലൂസായി പോവേണ്ട. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കലക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കലക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മളിത് കലക്കിയെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ജാറിലേക്ക് തന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പച്ചമുളക് മാത്രം മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിന് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ ചതിക്കുക വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളമാക്കിയതിന് ശേഷം എന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്തത്. അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയില്ലേ, അത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇതേപോലെ കത്തിയൊന്ന് നനച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, എളുപ്പം തന്നെ. അപ്പോൾ ഇതാ ഇതിൻ്റെ മഞ്ഞല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഈ ഒരു മിക്സ് ഈ ഒരു വെള്ളേൻ്റെ അകത്തേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുക. എന്നിട്ട് അന്ന് ഇതേപോലെ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം അമർത്തി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ മുട്ടൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് എത്ര വേണോ അത്ര എടുത്തിട്ട് ചെയ്യുക. പിന്നെ ഇനി ഇത് നമുക്കൊന്ന് മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ മുട്ടയും ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുക. മാവിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ചമ്മന്തി മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മാവ് ഒഴിച്ചിട്ട് നമുക്ക് കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം പതുക്കെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചമ്മന്തി ഇതിലേക്ക് മിക്സ് ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ടൈറ്റ് തന്നെ നിൽക്കണം കേട്ടോ ഇതേപോലെ മാവ്. എന്നാലും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ മുട്ട പൊട്ടി തെറിക്കും കേട്ടോ. അപ്പം മുട്ട എല്ലാ ഭാഗത്തും കോട്ടാകുന്നത് വരെ ആ ഒരു മാവ് ചെയ്തെടുക്കണം കേട്ടോ. മാവൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഓരോന്ന് നമുക്കിതേപോലെ ഒഴിച്ചു കൊടുക്കുക. അഥവാ പൊട്ടിത്തെറിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. മേലേക്ക് തെറിക്കുകയല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പം മുഴുവൻ വീഡിയോ ഞാൻ എടുത്തിക്കില്ല കേട്ടോ, അതിനോട് വിട്ടുപോയതാണ്. അപ്പോൾ പൊരിച്ചിട്ട വീഡിയോസ് ഒന്നും കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ.